നമ്മുടെ രക്തമുറഞ്ഞു പോകുന്ന ക്രൂരതയാണ് താങ്കളുടെ മകൻ നേരിട്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് മനുഷ്യനും അത് നെഞ്ചെടുപ്പോട് കൂടിയേ കാണാൻ കഴിയുകയുള്ളൂ. ഇത്ര ഭീകരമായൊരു കുറ്റകൃത്യം കഴിഞ്ഞ 3 മാസങ്ങളായി ആ ഹോസ്റ്റലിൽ നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത വെളിവാവുകയാണ്. മകൻ നേരത്തെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നോ, പറഞ്ഞിരുന്നോ, പരാതിപ്പെട്ടിരുന്നോ? നമ്മളോട് പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞ 4 മാസമായിട്ട് പരാതി നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അറിഞ്ഞു. പക്ഷേ എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രം ശേഷമേ നമ്മൾ അറിഞ്ഞുള്ളൂ. അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണിക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ ടീച്ചർ അവിടെ കോളേജിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം അറിഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ സംഭവം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ രാത്രി ലിവിൻ വിളിച്ചായിരുന്നു ചോദിച്ചു. ഞാൻ രാത്രി എന്നും വിളിച്ചു. വേറെ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. വേറെ ഒന്നും പറയാറില്ലായിരുന്നു, കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം വീണ്ടും ചോദിച്ചു ലിവിൻ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെപ്പാടെ വയലൻ്റായി. അപ്പം ഞാൻ വൈഫിനെ വിളിച്ചു. ടീച്ചർ ഏതാണ്ട് പറയുന്നത് എനിക്ക് മനസ്സിലായെന്നാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്പറിൽ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന പോലെ കഴിഞ്ഞ ദിവസം രാത്രി 5 പേര് കൂടി ഇന്ന പോലെ ലിവിൻ കൂട്ടത്തിൽ 3 പിള്ളേരെയും ഈ 5 പേര് സീനിയർ പിള്ളേർ 5 പേര് ഇങ്ങനെ രാത്രി കെട്ടിയിട്ട് അടിക്കുകയും തല്ലുകയും ഈ ബാത്റൂം ഒഴിക്കുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്ത് വായിലൊഴിക്കുകയും ഞങ്ങളാണ് എസ്റ്റേറ്റ് മേഖലയിൽ താമസിക്കുന്നത്. ഈ പൈസ പിടിച്ചെടുത്ത് അവർ എല്ലാ മാസവും ഇവർ കള്ളു കുടിക്കും. നമ്മളിത് കണ്ടിട്ടില്ല. കള്ളു കുടിക്കുകയും മറ്റ് കാര്യങ്ങൾ നോക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ പ്രിൻസിപ്പാളെ ബന്ധപ്പെടുകയും പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പരിധിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചെറുക്കനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ 5 പേരെയും പോലീസിൽ ഏൽപ്പിക്കുകയും അവരെ പ്രിൻസിപ്പാളിൻ്റെ ഇതിൽ വെച്ച് അവനെ സസ്പെൻഡ് ചെയ്യും. പോലീസ് FIR എഴുതി അവരെ അറസ്റ്റ് ചെയ്ത് അവരെ കോടതിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ അത് കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ടു. ഞാൻ പ്രിൻസിപ്പാളോട് ചോദിക്കും ഞാൻ വരണമെന്ന് ചോദിച്ചു. പ്രിൻസിപ്പാൾ പറഞ്ഞ കാര്യം നിങ്ങൾ വരേണ്ട കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്നലെ ചാനലുകാർ വന്നതുകൊണ്ട് എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ രാവിലെ അവിടെ പോവുകയും 11 മണിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവർ ചാനലുകാരിലുണ്ടായിരുന്നു. പ്രിൻസിപ്പാളെ കണ്ടു, ക്ലാസ് ടീച്ചറിനെ കണ്ടു, അവിടുത്തെ വാർഡനെയും കണ്ടു. വാർഡനെ അവർ 3 പേരിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സംഭവം അറിയുന്നില്ല പറഞ്ഞാൽ ഇവർ പകലൊന്നും ചെയ്യുന്നില്ല. രാത്രി 12 മണി കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 12 മണി കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു വാച്ച്മാൻ റൂമുണ്ട്. വാച്ച്മാൻ തൊട്ടപ്പുറത്താണ്. ഒരു പ്രായം ചെന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ പ്രായം ചെന്ന മനുഷ്യനാന്ന് പറഞ്ഞാലും ഇപ്പം കുട്ടികൾ പറക്ക് പറ്റിക്കുന്നത് നമ്മുടെയാണ്. പക്ഷേ ഈ വാച്ച്മാൻ അറിയുന്നില്ല എന്താ പറയുന്നത്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ അവിടെ മറ്റ് ആളുകളോ ഉത്തരവാദപ്പെട്ട വ്യക്തികളോ ഒന്നുമില്ല. ഇവിടെ ഒരു പ്രായമായ വാച്ച്മാൻ മാത്രമാണ് ആകെ ഉള്ളത് അല്ലേ? വാർഡൻ ഹോസ്റ്റലിൽ താമസിക്കാറുണ്ടോ? അവിടെ സെക്യൂരിറ്റി വാച്ച്മാൻ ഇല്ല, അവർ താമസിക്കാറുണ്ട്. പക്ഷേ ഈ 12 മണി കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം കഥ കടക്കുകയാണല്ലോ. അവർ കഥ കടക്കുക. അപ്പോൾ ഈ ഹോസ്റ്റലിൽ പിള്ളേരും കഥ അടയ്ക്കുക. ഈ കള്ളന്മാർക്ക് നമ്മുടെ സിനിമയിൽ കാണുന്നവർക്ക് കള്ളന്മാർക്കറിയാം ടെക്നിക്കൽ എങ്ങനെയാണ് തുറക്കുന്നത് എങ്ങനെ അടക്കുന്ന അവർക്കറിയാം. അതനുസരിച്ച് ഇവരെ 3 കൊല്ലം അവിടെ കഴിഞ്ഞു. അടുത്ത കൊല്ലം 4 കൊല്ലം ആകാൻ വന്നാൽ അപ്പോൾ ഇവർ സ്റ്റാർട്ടിങ് മൂവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ഇവരുമായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങൾ സീനിയറാണ്, ഞങ്ങളോട് പറയണം, ഞങ്ങൾ പാവാ അങ്ങനെയാന്ന് പറഞ്ഞ് ഇവർ ആദ്യമേ ഷോപ്പിംഗ് ചെയ്ത് ഇവരെ ക്യാൻവാസ് ചെയ്ത് കയ്യിലെടുത്തു. അപ്പോഴത്തേക്ക് ഇവരുടെ ടെക്നിക്കൽ എല്ലാം ഇവർ സീനിയർ പിള്ളേർ എടുത്തിട്ട് ഈ കിടക്കുന്ന 3 കുട്ടികളാണ് ഒരു റൂമിനകത്ത് കിടക്കുന്നത്. ആകെ 6 കുട്ടികൾ. ഈ 3 കുട്ടികളാണ് ഒരു മുറിക്കകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവർ സ്റ്റാർട്ടിങ്ങിൽ ഇവർ പോയ 2 ദിവസമേ ഇവരെ ക്യാൻവാസ് ചെയ്ത് ഇവർ കയ്യിലെടുത്തു. അപ്പോൾ ഈ കുട്ടികളെ മയങ്ങുകയും ചെയ്ത് സീനിയർ പിള്ളേരല്ലേ. അപ്പോൾ ജൂനിയർ പിള്ളേർ പേടിച്ചല്ലേ പറ്റുള്ളൂ. ഇവർ ഈ സിനിമയിൽ കാണിക്കുന്നതുകൊണ്ടൊക്കെ തീരെ പയ്യെ ഇവരെ തനി സ്വഭാവം കാണിക്കുകയും അടുത്തപ്പോൾ ഇവരെ അണ്ടറിലാക്കി. ഈ 3 പേര് ഇവരെ അണ്ടറിലാക്കിയും ഇവരെ ഇവരുടെ രീതി സിനിമക്കകത്ത് കാണിക്കുന്നതുകൊണ്ടൊക്കെ ഇവരെ അടിക്കുകയും കെട്ടിവെക്കുകയും ടോയ്ലറ്റ് യൂസ് ചെയ്ത് അത് ഒഴിക്കുകയും തല്ലുകയായി. അപ്പോൾ ഈ പിള്ളേരൊക്കെ സ്വാഭാവികമായിട്ട് പേടിയായി പറഞ്ഞാൽ ഇത് വീട്ടിൽ പറയാനും പറ്റിയല്ല, ടീച്ചറിനോടും പറയാൻ പറ്റിയല്ല. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്ന് ഇവരെ ദിവസം ശല്യം ചെയ്ത് നമ്മൾ വീട്ടിൽ വിളിച്ചാലും പറയുന്നില്ല. വീട്ടിൽ വിളിച്ചാൽ പറയാത്തത് ഇവരെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളെ കട്ട് ചെയ്ത് കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം ക്യാൻസലായി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെ പാവം പഠിച്ച പിള്ളേർ വീട്ടിൽ നിന്ന് ശല്യം കൊണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും ഭയങ്കര കഷ്ടപ്പെട്ട് എസ്റ്റേറ്റ് മേഖലയെ കഷ്ടപ്പെട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതാണ് എല്ലാം. ഇപ്പം ഞാൻ സഹിതം എല്ലാവരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഇവർ വീട്ടിലേക്ക് പറഞ്ഞില്ല. പേടി. ഫസ്റ്റ് കാര്യം അവർക്ക് പേടി. അങ്ങനെ ഇവർ പറയരുത്. രണ്ടാമത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അടി എന്ന് പറഞ്ഞാൽ നമ്മളത് പറയാൻ പറ്റാത്ത ഒരു
എന്താ നമുക്കത് എനിക്ക് ഞാൻ സ്വന്തം അച്ഛനായിട്ട് എനിക്ക് വെളിയിൽ പറയാൻ പറ്റും, എനിക്ക് തന്നെ നാണക്കേട്. അങ്ങനെ ഒരു സംഭവം വന്നാൽ എനിക്ക് പറയാൻ പോലും പറ്റുകയില്ല. ഇതില്ല ഞാൻ പൊപ്പത്തി വീട്ടിൽ ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് വേദന കൂടിപ്പോയി, ഇവർക്ക് സഹിക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ട് ഇവരെന്നാ ചെയ്തു, ക്ലാസ് ടീച്ചറിനെ ബന്ധപ്പെട്ടു. ക്ലാസ് ടീച്ചറിന് ഒറ്റയ്ക്ക് ഒരു കോളേജിൽ ആക്ഷൻ എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പാളെ പറയും, പ്രിൻസിപ്പാൾ അവരെ വിളിച്ച് ചോദ്യം ചെയ്യും. അന്നേരം കുട്ടികൾ ഉള്ള സത്യം പറയും. അത് പ്രിൻസിപ്പാളെ പറയാൻ പഠിച്ചിട്ട് അവർ പോലീസുകാരോട് ഉള്ള സത്യം പറയുകയും ചെയ്തു. പോലീസുകാർ എല്ലാം ഓക്കെ ആയി പറഞ്ഞു, ഇന്ന പോലെ സംഭവം പകുതി ടീച്ചറിനോട് പറയും, ഫുൾ മാറ്റർ പോലീസുകാരോട് പറയുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ ഇന്ന് വരികയും ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ, ഒരു ASC വന്നു, ഒരു കോൺസ്റ്റബിളും വന്നു. കോൺസ്റ്റബിൾ അവർ രണ്ടുപേരും ചോദിച്ചു. അവർ ചോദിച്ചത് ഞങ്ങൾ FIR എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം ഞങ്ങളത് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കോടതിക്ക് വിട്ട്, ഇനി കോടതിയാണ് തീരുമാനിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രിൻസിപ്പാളോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ വരികയും ചെയ്തു. ഇനി അടുത്ത് എൻ്റെ ഒരു റിക്വസ്റ്റ്, സർക്കാർ നോളജ് എടുത്ത് സർക്കാർ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സർക്കാർ ആവശ്യ നടപടിയെടുത്ത് ഇവർക്ക് ന്യായമായ ശിക്ഷ കൊടുത്ത് ഈ ഇന്ത്യയിൽ, കേരളമല്ല ഇന്ത്യ ലോകത്ത് ഇതുപോലെ സംഭവം നടക്കാൻ പാടില്ല. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തെങ്ങും നടക്കാൻ, നമ്മൾ ആകെപ്പാട് സിനിമയ്ക്ക് കണ്ട ഇതേ ഉള്ളൂ, നമ്മുടെ സിനിമയ്ക്ക് കാണുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഡയറക്റ്റ്ലി, അതും കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ ഒരു നല്ല പേര് വാങ്ങിച്ച കോട്ടയം ജില്ല മെഡിക്കൽ കോളേജിൽ ഇത് കാണിച്ചത് ഈ പിള്ളേരെ ഇനി ജീവിതത്തിൽ ഇവരിനി ചെയ്യരുത്, ആ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ സർക്കാരോട് എൻ്റെ റിക്വസ്റ്റ്. ഇനി ഇത് രാഷ്ട്രീയമായാലും ശരി, ഏത് മതമായാലും ശരി, ഇതെല്ലാം ഒറ്റക്കെട്ടായി ഇവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഇത് അപേക്ഷ.